നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂരാടം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂരാടം നക്ഷത്രത്തിന്റെ 2025 നവംബർ മാസ ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫലങ്ങളെക്കാൾ ഉപരി നമ്മളിവിടെ സംസാരിക്കുന്ന പൂരാടം നക്ഷത്രക്കാര് നവംബർ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ വിജയവും സന്തോഷവും ഒക്കെ ഉണ്ടാകുമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അറിയിപ്പുണ്ട്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരുപാട് കാലമായിട്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്ന ആളുകളൊക്കെ നിങ്ങളുടെ നിരപരാധിത്വം മനസ്സിലാക്കി നിങ്ങളുടെ സുഹൃത്തുക്കളായി മാറുന്ന ഒരു സമയമാണ്. അതുകൊണ്ടൊക്കെ മനസ്സിന് ഒരുപാട് ആശ്വാസം ഉണ്ടാകുന്നതാണ്. പ്രായമായ പൂരാടം നക്ഷത്രക്കാരുടെ സംരക്ഷണമൊക്കെ പൗത്രാദികളൊക്കെ ഏറ്റെടുക്കുന്നതിൽ അവർക്കും ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നവർക്കൊക്കെ ഒരു ആശ്വാസത്തിനുള്ള ഒരു സമയമാണിത്. പഠിച്ച വിദ്യയോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഇടവരുന്നതാണ്. കടം കൊടുത്ത സംഖ്യയൊക്കെ തിരിച്ചു ലഭിക്കുന്ന ഒരു അവസരമുണ്ടാകും. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്കത് തിരിച്ചു ലഭിക്കാതിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് അത് തിരികെ ലഭിക്കുന്നതാണ്. വ്യാപാര വിപണന മേഖലയോട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബിസിനസ് എല്ലാം വിപുലമാകുന്നതുമാണ്. യാത്രകളൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ഓരോ യാത്രകളിലും നിങ്ങൾക്ക് മേന്മയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയത്തെയും അഭിമുഖീകരിക്കാനുള്ള കഴിവും പ്രാപ്തിയും സന്നദ്ധതയും എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം ഒരു ഫലപ്രാപ്തി നേടുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഈ മാസം ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. ശമ്പളവർദ്ധനവും ഉദ്ദേശിച്ച സ്ഥലത്തേക്കൊക്കെ സ്ഥലമാറ്റവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ അവർക്ക് വളരെയധികം മുന്നേറ്റം ലഭിക്കുന്നതാണ്. സ്കോളർഷിപ്പോടുകൂടി ഉന്നത പഠനത്തിനൊക്കെ അവസരം ലഭിക്കുന്നതാണ്. ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ്. ചില വിദ്യാർത്ഥികൾക്കൊക്കെ പഠനകാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയാതിരുന്നവർക്കൊക്കെ ഈ നവംബർ മാസം വളരെയധികം പഠനത്തിൽ മുന്നേറാൻ കഴിയുന്നതാണ്. ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വഴിത്തിരിവാകുന്ന ഒരു സമയമാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വ്യക്തിയെ കണ്ടുമുട്ടുകയും അത് ആ ബന്ധം കൂടുതൽ ദൃഢമാകുകയും ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സാരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കാർഷിക മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പുതിയ പുതിയ കാർഷിക പരീക്ഷണങ്ങളൊക്കെ നടത്തുവാൻ നിങ്ങൾ മുതിരുന്നതാണ്. അതിലെല്ലാം നിങ്ങൾ വിജയിക്കുന്നതാണ്. കാർഷിക വിളവെടുപ്പിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ലാഭമുണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഭവന വാഹന ഭാഗ്യം ഉണ്ടാവുന്നതാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ ഈ മാസം അവസാനത്തോടുകൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. എന്തുകൊണ്ടും പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു മാസമാണ് നവംബർ മാസം. ഈ നവംബർ മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ വെടിഞ്ഞ് ലഹരി പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റുന്ന ഒരു മാസമാണിത്. ഈ മാസത്തിൽ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള ചില മുഹൂർത്തങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ചില അടിത്തറകൾ നിങ്ങൾ പാകാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ പൂരാടം നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് വരുന്ന അവസരങ്ങൾ തട്ടിക്കളയാതെ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. തിങ്കളാഴ്ച ദിവസം വ്രതമെടുക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുന്നതും വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് പൂരാടം നക്ഷത്രക്കാരുടെ നവംബർ മാസ ഫലങ്ങൾ. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.